സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ കുറച്ച് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ കണ്ട മാച്ചുകൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഒരു തോൽവി വഴങ്ങിയിരിക്കുകയാണ്. ഈസ്റ്റ് ബംഗാളിനെതിരെ 2-1 എന്ന ഗോൾ മാർജിനിലാണ് ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടുള്ളത്. റീസെൻ്റ് ആയിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ചുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും മോശമായിട്ട് കളിച്ച ഒരു മാച്ച് എന്ന് തീർത്തും പറയാൻ പറ്റുന്ന രീതിയിൽ അത്രയധികം ഈ ഒരു മാച്ചിൻ്റെ ഫസ്റ്റ് ഹാഫ് പ്രത്യേകിച്ച് എടുത്തു നോക്കുകയാണെങ്കിൽ ഈസ്റ്റ് ബംഗാളാണ് കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നതും അവർ ആ ഒരു അറ്റാക്കിംഗ് ഡോമിനേഷൻ വലിയ രീതിയിൽ എടുക്കുന്നുണ്ടായിരുന്നു. ഓപ്പണറിനേക്കാൾ കൂടുതൽ പൊസിഷൻ ഉണ്ടെങ്കിലും കാര്യമായ രീതിയിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ ഓപ്പണന്റ് ഹാഫിലേക്ക് എത്താനോ അവരുടെ ബോക്സിനകത്തേക്ക് കയറാനോ നല്ല രീതിയിൽ ഷോട്ടുകളും ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ എടുക്കാനോ അവരെ ത്രട്ടൻ ചെയ്യുന്ന രീതിയിലേക്ക് ആ ഒരു മാച്ച് മാറ്റിയെടുക്കാനോ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് സാധിച്ചില്ല. ഈ ഒരു മാച്ച് ടോട്ടൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിലെ കുറച്ച് സമയം ആ ഒരു ഗോളൊക്കെ വന്ന ആ ഒരു സമയത്തുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ പെർഫോമൻസ്, പിന്നെ കളി തീരാൻ നേരം അവസാനിക്കാൻ നേരം പിന്നിൽ നിൽക്കുന്ന ഒരു ടീമിനുണ്ടാവുന്ന ആ ഒരു അറ്റാക്കിംഗ് ആ ഒരു ഇന്റൻഷൻ ആ ഭാഗങ്ങൾ മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഈസ്റ്റ് ബംഗാൾ ഡോമിനേറ്റ് ചെയ്ത അല്ലെങ്കിൽ അവർക്ക് വിജയം അർഹിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു മാച്ചിൽ പെർഫോമൻസ് വന്നിട്ടുള്ളത്. ആദ്യത്തെ ഹാഫിലേക്ക് നമ്മൾ വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ തുടക്കം നമ്മൾ എവിടേക്കോ അറ്റാക്കിംഗ് സൈഡ് അല്ലെങ്കിൽ അറ്റാക്കിംഗ് ഗെയിം കളിച്ച് തന്നെയാണ് തുടങ്ങുന്നത്. കോറൂസിങ്ങിലുള്ള മുന്നേറ്റങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ ഇപ്പുറത്തെ ബ്ലാസ്റ്റേഴ്സിന് പന്ത് കിട്ടുന്ന സിറ്റുവേഷൻസിലെല്ലാം നല്ല ടൈറ്റ് ആയിട്ട് തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ അവരുടെ മിഡും ഡിഫൻസും സെറ്റ് ചെയ്തത്. നമ്മൾ മാക്സിമം ആ ഒരു ഡിഫൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് കളിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ മിഡിലേക്ക് ഒരു പന്ത് വരാനോ മിഡിൽ നിന്ന് ആ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള പാസ് കളിക്കാനോ കൃത്യമായ രീതിയിൽ ഈ പറഞ്ഞ പോലെ ഓപ്പണന്റ് ഹാഫിലേക്ക് എത്താനോ നമുക്ക് സാധിച്ചിരുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ആ ഒരു പ്രഷർ നമുക്ക് ഇങ്ങോട്ടേക്ക് നല്ലോണം കിട്ടി. പിന്നീട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മിസ് പാസുകളും ഈ പറഞ്ഞ പോലെ കാര്യമായ രീതിയിൽ കോർഡിനേഷൻ ഇല്ലാതെ ആ ഒരു സംഭവം നമ്മൾ കാണിക്കാൻ തുടങ്ങി. കൃത്യമായ രീതിയിൽ നമ്മളെ പാസ് കളിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഏതൊരു ടീമിനും വരുന്ന ആ ഒരു കാര്യമാണ് ഈ പറഞ്ഞ പോലെ പ്രഷറൈസ്ഡ് ആവുക, അവരൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മിസ് പാസ് വരുത്തുക എന്ന് പറയുന്ന കാര്യം. അത് ബ്ലാസ്റ്റേഴ്സ് പല ഓപ്പണന്റ് ടീമിനെതിരെ ഇവാൻ കോച്ചൊക്കെ കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ടാക്ടിക്സ് ആണ്. പക്ഷെ അത് ഇത്തവണ നമുക്കെതിരെ വന്നു. അതിൽ പിടിച്ചു നിൽക്കാനോ അതിലൊരു റിക്കവറി കൊണ്ടുവരാനോ ഒരു തിരിച്ചുവരവ് കംബാക്ക് നടത്താനോ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല. ആ ഒരു ഹാഫിൽ ആദ്യത്തെ 10 മിനിറ്റ് എടുത്ത് നോക്കുകയാണെങ്കിലും ആദ്യത്തെ 30 മിനിറ്റ് എടുത്ത് നോക്കുകയാണെങ്കിലും എൻറ്റയർലി ആ ഒരു ഫസ്റ്റ് ഹാഫ് ഫുൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ എല്ലാം അറ്റാക്ക് റൈഡുകളുടെ കാര്യത്തിലാണെങ്കിലും ഷോട്ടുകൾ ഓൺ ടാർഗറ്റ് ഷോട്ട് അതുപോലെ തന്നെ ത്രെട്ടനിങ് ആയിട്ടുള്ള ആ ഒരു അറ്റാക്കിംഗ് മൂവ്മെന്റ്സ് ഇവിടെ എല്ലാം ഈസ്റ്റ് ബംഗാളാണ്. നമുക്ക് പൊസിഷൻ ഉണ്ട്, നമ്മൾ ഡിഫൻസിൽ പന്നിട്ട് കളിക്കുന്നുണ്ട്, ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കൃത്യമായ ഓപ്പണിങ്സ് നമുക്ക് കിട്ടുന്നില്ല. ഇവിടെയും നമ്മൾ 3 മെൻ ബിൽഡപ്പ് പരീക്ഷിക്കുന്നുണ്ട്, ലൂണ ഇറക്കി കൊണ്ടുവന്ന് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ലൂണ കൊടുക്കുന്ന പാസുകൾ നോവലിലേക്ക് എത്തിക്കാൻ നോക്കുന്നുണ്ട്. ഹേസൂസ് കുറച്ച് ഇൻവോൾവ് ആയിട്ട് ഇറങ്ങി വന്നിട്ട് ഈ പറഞ്ഞ പോലെ മുന്നോട്ട് പാസ് കളിക്കാനും ആ ഒരു കോമ്പിനേഷൻ കളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഈ പറഞ്ഞ പോലെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനോ ഒരു 5-6 പാസ് കണ്ടിന്യൂസ് ആയിട്ട് കളിക്കാനോ ബ്ലാസ്റ്റേഴ്സിന് ഫസ്റ്റ് ഹാഫിൽ സാധിച്ചിരുന്നില്ല. ആ ഒരു പ്രഷറിന് പുറമെ കൗണ്ടർ അറ്റാക്കിലൂടെ വന്ന ഒരു ഗോൾ നമ്മൾ കൺസിഡർ ചെയ്യുകയും ചെയ്തു. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു പേസ് ഓപ്പൺ ടീമിന് പ്ലേയേഴ്സിന് ഉണ്ടായിരുന്ന ഒരു പേസ് നമ്മുടെ ഡിഫൻസിനോ നമ്മുടെ ആ ഒരു ഡിഫൻസീവിൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പ്ലേയേഴ്സിനോ ഉണ്ടായിരുന്നില്ല. ആ ഒരു ഗോളിന് ശേഷം പിന്നീട് ടീം കുറച്ചുകൂടി ഡൗണിലേക്കാണ് പോയത്. പ്രത്യേകിച്ചും കോറൂസിംഗ് ഒക്കെ കഴിഞ്ഞ മാച്ചിൽ വളരെ ആക്റ്റീവായിട്ട് കളിച്ച പ്ലെയർ ഈ മാച്ചിൽ പ്രത്യേകിച്ചും ആ ഒരു മിസ്സിന് ശേഷം അതിന് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടിയിരുന്നു. പക്ഷേ അതിൻ്റെ കാലിൽ തട്ടിയാണ് ആ ഒരു ഗോൾ ബ്ലാസ്റ്റേഴ്സ് ആദ്യം കൺസിഡർ ചെയ്യുന്നത്. ഇതിന് മുൻപുള്ള ഒരു മാച്ചിലും കോറൂവിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മിസ്റ്റേക്കിൽ ബ്ലാസ്റ്റേഴ്സ് ഗോൾ വഴങ്ങിയതിന് ശേഷം അദ്ദേഹം പിന്നെയും ഡൗൺ ആയിട്ട് ഫീൽ ചെയ്തിരുന്നു. സോ ഇവിടെയും എക്സ്പീരിയൻസിൻ്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒന്ന് റിക്കവർ ആവാൻ പറ്റാത്തത്, മെന്റൽ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാൻ പറ്റാത്തത്, അത് കോറൂവിനൊരു പ്രശ്നമായിട്ട് മാറുന്നുണ്ടായിരുന്നു. നോവ ഈ പറഞ്ഞ പോലെ റൈറ്റും ലെഫ്റ്റും ഒക്കെ മാറി കളിക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായ രീതിയിൽ ബോക്സിനകത്തേക്ക് ഒരു നല്ല പാസ് വെച്ച് കൊടുക്കാനോ കിട്ടുന്ന അറ്റാക്സ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനോ നോവയും ഈ ഒരു മാച്ചിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. സോ ഫസ്റ്റ് ഹാഫ് അങ്ങനെ കംപ്ലീറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. എവിടേക്കോ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയെങ്കിലും യാതൊരു തരത്തിലുള്ള ഒരു സൂചനയും തിരിച്ചു വരവിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സ് കാണിച്ചില്ല. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമ്മൾ വലിയ രീതിയിലൊരു എക്സ്പെരിമെന്റിലേക്കാണ് പോയത്. മിലോസിനെ ഒരു സെൻറ്റർ ബാക്കിനെ പിൻവലിച്ച് പെപ്രെ ഇറക്കി ഫ്രെഡിയെ ബാക്കിലേക്ക് ഇറക്കി കളിപ്പിച്ചു. ശരിക്കും അത്യാവശ്യം അറ്റാക്കിംഗ് ഇന്റൻഷൻ ഉള്ള ഒരു മൂവ് തന്നെയായിരുന്നു. അവിടെ ഒരു ഓൾ ഇന്ത്യൻ ഡിഫൻസിലേക്ക് പോകുമ്പോഴും എക്സ്പീരിയൻസ് ഇല്ലാത്ത സെൻറ്റർ ബാക്ക് കളിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫ്രെഡിയെ സെൻറ്റർ ബാക്ക് ഇടുമ്പോഴും ഒരു ഓപ്പൺ സിറ്റുവേഷനിൽ നമ്മൾ ഗോൾ വഴങ്ങിയതുമില്ല. പക്ഷെ എന്നാലും ഇവിടെയും കോർണർ കിക്കിൽ നിന്ന് വന്ന നമുക്ക് കുറച്ച് നിർഭാഗ്യം ഉണ്ടായിരുന്നു. പെപ്രയും കൂടെ ചാടുന്നുണ്ട്, പക്ഷെ അതിന് കോൺടാക്ട് എടുക്കാൻ പറ്റുന്നില്ല. ഒരു ഗോൾ കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ അറ്റാക്കിംഗ് സൈഡ് നമ്മൾ എവിടേക്കോ ഒന്ന് മെച്ചപ്പെട്ട അല്ലെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഗോൾ പിന്നീടും വഴങ്ങുന്നത്. സോ കൃത്യമായ രീതിയിലുള്ള ആ ഒരു ഇൻ്റർവെൽസിൽ ഈസ്റ്റ് ബംഗാൾ നമുക്ക് ഇങ്ങോട്ട് ഗോൾ തന്നിട്ടുണ്ട്. സോ പിന്നെ നമുക്ക് കിട്ടിയൊരു അവസരത്തിൽ ഡാനിഷ് ഫാറൂഖ് ആ ഒരു ഗോൾ നമുക്ക് വേണ്ടി തിരിച്ചടിച്ചെങ്കിലും ഈ പറഞ്ഞ പോലെ എവിടേക്കോ കംപ്ലീറ്റ്ലി പ്രഷറൈസ്ഡ് ആയിട്ടുള്ള പിന്നീട് ഈസ്റ്റ് ബംഗാൾ നല്ല രീതിയിൽ ഡിഫൻസ് സോൾഡ് ആക്കി. അവിടെ നമുക്ക് കാര്യമായുള്ള രീതിയിലുള്ള ഓപ്ഷൻസോ ഓപ്പണിങ്സോ തുറന്നെടുക്കാനും സാധിച്ചിട്ടില്ല. സോ മാച്ച് കംപ്ലീറ്റ്ലി നോക്കുകയാണെങ്കിൽ എവിടേക്കോ തുടക്കം തൊട്ട് നമുക്ക് ഫീൽ ചെയ്ത ഒരു നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ്ലി മാച്ചിലും റിസൾട്ട് വൈസും ആ രീതിയിൽ തന്നെയാണ് മാച്ച് അവസാനിക്കുന്നത്. സോ ആദ്യമേ പറഞ്ഞ പോലെ റീസെൻറ്റ് മാച്ചസ് വെച്ച് നോക്കുമ്പോൾ പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും അവർക്ക് അണ്ടർ പ്രഷറിലാവുമ്പോൾ ഉണ്ടാവുന്ന മിസ്സുകൾ ഒരുപാട് കണ്ട ഒരു മാച്ചാണ്. റീസെൻ്റ് ആയിട്ടുള്ള മാച്ചുകളിൽ ബ്ലാസ്റ്റേഴ്സിന് പഴയ ആ ഒരു ഗ്യാപ്പ് മാച്ചുകൾക്കിടയിൽ ഇപ്പോൾ കിട്ടുന്നില്ല. അതും പ്ലേയേഴ്സ് ഡൗൺ ആവാൻ ഒരു കാരണമായിരിക്കും.
ആയിരിക്കാം. സോ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വലിയ രീതിയിൽ നമുക്ക് കണ്ടിരിക്കാനോ അങ്ങനെ കാര്യമായ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മാച്ചാണ്. ആകപ്പാടെ നമുക്ക് പറയാൻ പറ്റുന്നത് ലൂണ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഴയ ലൂണ കാണണം അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് പഴയ ലൂണയും പഴയ ടീമും തിരിച്ചു വന്നിട്ടുണ്ട്. എല്ലാവരും ഡൗൺ ആയി പോവുകയും ലൂണ മാത്രം എനർജി സപ്ലൈ ചെയ്ത് കളിക്കുന്ന രീതിയിലാണ് ഈ ഒരു മാച്ച് ഫീൽ ചെയ്തത്. അദ്ദേഹം കുറേയൊക്കെ ശ്രമിക്കുന്നുണ്ട്, കുറേയൊക്കെ പാസുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും കറക്റ്റായിട്ട് കണക്ട് ചെയ്യാനോ യൂട്ടിലൈസ് ചെയ്യാനോ നമ്മുടെ മറ്റ് ടീം മെമ്പേഴ്സിന് സാധിച്ചിട്ടില്ല. റൈറ്റ് ബാക്ക് പോസ്റ്റിന് എൻ്റെ പൊന്നു സന്ദീപ് സിംഗ് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, വളരെ വലിയ രീതിയിൽ അദ്ദേഹം ഈ അറ്റാക്കിംഗ് സൈഡിലേക്ക് വരുമ്പോൾ മിസ്സുകൾ വരുത്തുന്നുണ്ട്, വലിയ രീതിയിലുള്ള റേസ് വരുത്തുന്നുണ്ട്. ആൻഡ് റൈറ്റ് ബാക്ക് പോസ്റ്റിനിൽ നമുക്ക് തീർച്ചയായിട്ടും ഇനി ഒരു റീപ്ലേസ്മെൻറ്റ് വന്നേ പറ്റൂ. നമുക്ക് ആവശ്യമായ പൊസിഷൻസിൽ ഇപ്പോഴും പ്ലേയേഴ്സ് വന്നിട്ടില്ല. ആൻഡ് അതുപോലെ തന്നെ ഡിഫൻസീവ് മിഡ് ആ ഒരു സെൻട്രൽ മിഡ് റോളിലും നമുക്ക് കാര്യമായ ഇപ്പോൾ വിപിൻ മോഹനൻ എവിടേക്ക് ഇഞ്ചുറി വന്നതിന് ശേഷം ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. സോ അദ്ദേഹം ഒരു കംപ്ലീറ്റ്ലി സെറ്റായിട്ടും ഈ ഒരു മാച്ചിലും ഫീൽ ചെയ്തില്ല. കഴിഞ്ഞ മാച്ചിൽ അത് ഒട്ടും ഉണ്ടായിരുന്നില്ല. ഈ മാച്ചിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ആയിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ തനത് കാണുന്ന ആ ഒരു വിപിൻ്റെ പാസുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒഫൻസീവ് പാസുകളൊന്നും ഈ ഒരു മാച്ചിലും കാണാൻ സാധിച്ചിട്ടില്ല. ഹേസൂസ് എവിടേക്കോ പന്ത് അപ്പുറത്തേക്ക് എത്തുമ്പോഴൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ സ്റ്റിൽ അദ്ദേഹത്തിനും കാര്യമായ രീതിയിലുള്ള കോമ്പിനേഷൻ കളിക്കാൻ നോവയിൽ നിന്നുള്ള പാസുകൾ അത്തരം കിട്ടേണ്ട സിറ്റുവേഷനിൽ നോവ ആ ഒരു പാസുകൾ വെച്ചു കൊടുക്കുന്നില്ല. എടുത്തു പറയാൻ തോന്നിയ മറ്റൊരു പോസിഷൻ ഗോൾ കീപ്പിംഗ് ആണ്. അവിടെ അത്യാവശ്യം സേവുകൾ സച്ചിൻ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ ദിമിത്രോസിൻ്റെ ആ ഒരു ഷോട്ട് സേവ് ചെയ്തതും സെക്കൻഡ് ഹാഫിലും അത്യാവശ്യം സേവുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എവിടേക്കോ വീണ്ടും മാച്ചിൽ ഒരു തവണയെങ്കിലും ഒരു ഷോട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തട്ടി തെറിച്ച് പോകും. അത് ചിലപ്പോൾ ഓപ്പണൻ്റ് യൂട്ടിലൈസ് ചെയ്യും, ചിലപ്പോൾ യൂട്ടിലൈസ് ചെയ്യില്ല. ഈ മാച്ചിൽ അത്തരത്തിലൊരു മിസ്റ്റേക്ക് സച്ചിൻ്റെ വരുന്നുണ്ട്. പക്ഷേ അത് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ വഴങ്ങിയ 2 ഗോളിലും പൂർണ്ണമായിട്ടും സച്ചിനെ കുറ്റം പറയാൻ പറ്റുന്ന രീതിയിലല്ല. പക്ഷേ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു 100% സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള രീതിയിൽ സച്ചിൻ്റെ പെർഫോമൻസ് ഈ ഒരു മാച്ചിലും മാറിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. സോ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഒരു കംബാക്ക് വരുത്തേണ്ട അല്ലെങ്കിൽ റീസെൻ്റ്ലി ബ്ലാസ്റ്റേഴ്സ് കളിച്ച മാച്ചുകൾ വെച്ച് ഏറ്റവും മോശം എന്ന് പറയുമ്പോൾ ടാക്ടിക്കലി ആണെങ്കിലും ഒരു റീതിങ്കിങ് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് തന്നെ ഒരു മാച്ചിൻ്റെ റിസൾട്ടിന് ടീം കാണേണ്ടതുണ്ട്. നല്ല രീതിയിലൊരു കംബാക്ക് നമ്മൾ അവസാനത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ലീഗിൻ്റെ. സോ ഇനി അനാവശ്യമായിട്ട് പോയിന്റ്സ് നഷ്ടപ്പെടുന്നതും മോശമായുള്ള പെർഫോമൻസിനൊന്നും സ്കോപ്പില്ല. നമ്മൾ ആ ഒരു പോയിന്റ് ടേബിളിൻ്റെ 6ാം സ്ഥാനത്തേക്ക് ഇങ്ങനെ ക്ലോസ് ആയിട്ട് അവരടുത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. 2 സ്ഥാനം മാത്രമേ നമ്മളിപ്പോൾ പുറകിലുള്ളൂ. സോ ഇനിയും അനാവശ്യമായുള്ള മിസ്സുകൾ, ഇനിയും അനാവശ്യമായുള്ള റേസിലൂടെ വരുന്ന ഗോളുകൾ അത് വരുത്തി പോയിന്റ്സ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തവണ നമുക്ക് പ്ലേ ഓഫ് കളിക്കാൻ പറ്റില്ല. സോ ടോട്ടലി വലിയ രീതിയിൽ നിരാശ സമ്മാനിച്ചൊരു മാച്ചാണ്. ഇതല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു മാച്ചിനെ പറ്റി എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും മറ്റൊരു കാണാം. ബൈ.